ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കാണ് നമ്മുടെ SSC സ്റ്റെനോഗ്രാഫർ വിളിച്ചല്ലേ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ്, ഒരു കംപ്ലീറ്റ് അവയർനെസ് തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും SSC സ്റ്റെനോഗ്രാഫർ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് അതിൻ്റെ ഒരു പൊസിഷൻസും അതിൻ്റെ എന്താ പ്രൊഫൈലും എന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി നോക്കാം. അപ്പോൾ ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫിയാണ് അല്ലേ. സ്റ്റെനോഗ്രാഫി എന്ന് പറഞ്ഞൊക്കെ പഠിക്കാൻ പോകുന്നവരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടൈപ്പിംഗ് പോലത്തെ ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പിംഗ് സംഭവമാണ്. അതിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് സ്കിൽ ടെസ്റ്റ് വരെ ഉണ്ടല്ലേ. ടയർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്, സ്റ്റെനോഗ്രാഫിയുടെ സ്കിൽ ടെസ്റ്റ് ആണ്. ഒരുപാട് പേര് എന്ത് ചെയ്യും, ഇത് മുന്നേ ചെന്ന് പഠിക്കുന്നവർ കാണും അല്ലേ. സ്റ്റെനോഗ്രാഫി മുന്നേ പഠിക്കുന്നവർ കാണും, ഷോർട്ട് ഹാൻഡ് പോലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുന്നവർ കാണും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അഥവാ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇത് ക്വാളിഫൈ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ ആ ടൈപ്പിങ്ങും കൂടെ എന്ത് ചെയ്യണം, കൂടെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ലാസ്റ്റ് സമയത്ത് സ്റ്റെനോ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു നിന്നാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇതെന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആണ് അല്ലേ. സ്റ്റെനോയ്ക്ക് സെപ്പറേറ്റ് ഒരു ലാംഗ്വേജ്, റിട്ടൺ ലാംഗ്വേജ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണം നന്നായിട്ട്. അത്യാവശ്യം ഒരു 4-5 മാസം എടുത്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും സ്പീഡും അത്രയും ആ ഒരു സംഭവമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒട്ടും വൈകിക്കാതെ തന്നെ, ഇനിയിപ്പം എക്സാം അടുക്കാറായി അപ്പോൾ പോയി പഠിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ജേർണിയും കൂടെ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ജോബ് പ്രൊഫൈലിൽ വരുന്ന ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ടൈപ്പിംഗ് പോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. അത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇവൻ PSC ആയാലും സെൻട്രൽ ഗവൺമെൻറ് എടുത്താലും ഇപ്പോൾ ഇത് നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിലാണ്, SSCയുടെ കീഴിലുള്ള സ്റ്റെനോഗ്രാഫിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു സ്റ്റെനോ പോസ്റ്റിലേക്കുള്ള വാക്കൻസീസ് ഒഴിവ് വരും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ എന്ത് വരും, പ്രൊമോഷൻസ് കാണും. അങ്ങനെ ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, എല്ലാ കാര്യം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, ഒരു ക്ലറിക്കൽ പോസ്റ്റിലുള്ള ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ എന്താണ് ജോബ് പ്രൊഫൈൽ വരുന്നത്, സ്പീച്ച് റൈറ്റിംഗ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താണോ ഈ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലിരിക്കുന്ന ഒഫീഷ്യൽസ് എന്താണോ സംസാരിക്കുന്നത് അതിനെ കറക്റ്റ് ഒരു തർജിമ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റെനോ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് അതെന്ത് ചെയ്യുന്നു, ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് അത് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെനോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അത്രയും സ്പീഡിൽ അവർ പറയുന്ന സ്പീഡിൽ തന്നെ അടിച്ച് അതെന്ത് ചെയ്യണം, ആ ഒരു ഡോക്യുമെൻറ്റേഷൻ രീതിയിലേക്ക്, ആ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് സ്പീച്ച് റൈറ്റിംഗ്സ് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ സ്പീച്ചായിട്ട് പറയുന്നത്, ഒഫീഷ്യൽസ് ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്പീച്ചിൻ്റെ മെത്തേഡിൽ സ്റ്റെനോമെൻറ്റിനെ എന്താണ് ഭയങ്കരമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫയലിംഗ് സിസ്റ്റവും അങ്ങനെ വെച്ചിട്ട് അതിനെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി കണക്കിനാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവം. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സ്പീച്ച് റൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രസ് ബ്രീഫിങ്സ് ഉണ്ട്. അതായത് ഈ പ്രസ്സിലൊക്കെ ഉണ്ടല്ലോ, മീഡിയ പരമായിട്ടൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം പോലുള്ള കാര്യങ്ങളിൽ ഈ ഒഫീഷ്യൽസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ അവരെന്തൊക്കെയാണോ പറഞ്ഞത് അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയും ഒരു റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് പ്രസ് ചോദിച്ച ചോദ്യങ്ങൾ, എന്തൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു അനാലിസിങ് ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തവരെന്ത് ചെയ്യും, ഈ ഒരു പെട്ടെന്ന് തന്നെ അത് എഴുതിയെടുക്കാൻ ഒരു ടൈം എടുക്കില്ലടാ, അതിൻ്റെ ആ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ഹാൻഡിൽ ഇത് ഇത്ര സ്പീഡായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുക. ആ ഒരു സംഭവം തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ബിൽഡിംഗ് പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക്, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഓഫീസേഴ്സിൻ്റെ എന്തെങ്കിലും ഈ പബ്ലിക് മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി അതിനുവേണ്ടി ഒരു ഫയലിംഗ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് ഫയലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കൃത്യമായിട്ട് റെക്കോർഡ്, റിപ്പോർട്ട്, അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റൽ പ്രൊസീഡിങ്സ്, എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അതിനും പങ്കെടുത്ത് എന്ത് ചെയ്യും, എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ അടുത്തൊരു പ്രസ് മീറ്റിംഗ് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾ വരുത്തണം എന്നൊക്കെ ഉള്ള ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നത് ഇവർ ഈ ഒരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി വെക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ആ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കി അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ വെൽ ഇമേജ് ആയിരിക്കണം അല്ലേ, ഓഫീസേഴ്സിനൊക്കെ നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പബ്ലിക് റിലേഷനിലേക്കുള്ള ഇവരുടെ ഒരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന സ്റ്റെനോസി തന്നെയാണ്. പിന്നെ വരുന്ന ജനറൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് വരുന്നത് ഇവരുടെ എന്താണ്, ഓഫീസേഴ്സിൻ്റെ ട്രാവലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഓഫീസ് സപ്ലൈഡ് അറേഞ്ച്മെൻറ്റ്, മാനേജിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം ആര് ചെയ്യുന്നുണ്ട്, സ്റ്റെനോഗ്രാഫേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പോസ്റ്റാണ്, ഇത്രയും ഒരു ജോലികളാണ് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ.
അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ്? 12th പാസ്സാണ്. 12ാം ക്ലാസ് പാസ്സായ എല്ലാ പേർക്കും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിനേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ത് മതി? 12th മതി. നമുക്ക് 12th മാത്രം മതി. അത് സയൻസ് ഫീൽഡ് ആയിരുന്നും ഇല്ല, കൊമേഴ്സ് ഫീൽഡ് എന്തോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് ഏത് ഫീൽഡിൽ പഠിച്ചവർക്കാണെങ്കിലും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് 12th പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇപ്പം വിളിച്ചിരിക്കുന്ന വാക്കൻസി, നിലവിൽ വിളിച്ച വാക്കൻസി എത്രയാണ്? 2006 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ടെൻഡേറ്റീവ് വാക്കൻസി ആയിട്ട് പറയുന്നതാണ്. ഇതെന്ത് ചെയ്യാം? കൂടാം, പ്ലസ് ചെയ്യാം കേട്ടോ. 2006 പരം വേക്കൻസീസ്, 2000+ വാക്കൻസീസ് എന്തായാലും വരും ഉറപ്പായിട്ടും. കഴിഞ്ഞ വർഷമൊക്കെ ഇതിനേക്കാളും കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും കുറച്ചെങ്കിലും കൂടിയിട്ടുണ്ട്. അതെന്തായാലും ഇനിയും കൂടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും അഥവാ നിങ്ങളിപ്പോൾ എന്താണ് സ്റ്റെനോഗ്രാഫി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? സ്റ്റെനോഗ്രാഫിയുടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്തിൻ്റെയൊക്കെയാണ്? സ്റ്റെനോഗ്രാഫിയുടെ ഗ്രേഡ് സിയും വിളിച്ചു, ഗ്രേഡ് ഡിയും വിളിച്ചു. പേ സ്കെയിൽ തമ്മിൽ മാറ്റവും അതുപോലെ തന്നെ ജോബിൻ്റെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയും ഉണ്ട്, ഗ്രേഡ് ഡിയും ഉണ്ട്. അതിൽ എത്രയാണ് വയസ്സ് പറയുന്നത്? 18 to 30 വയസ്സ് വരെ ഉള്ളവരാണ് ഗ്രേഡ് സിന്ന് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഗ്രേഡ് സി ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 30 വയസ്സ് വരെ, ഗ്രേഡ് ഡി ആണെങ്കിൽ 18 to 27 ഇയേഴ്സ് വരെ അതെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ എന്താണ്? അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും സിക്ക് വാക്കൻസി കുറവും ഡിക്ക് എപ്പോഴും വാക്കൻസി കൂടുതലുമായിട്ടായിരിക്കും. അതായത് ഡിഫറൻറ്റ് വാക്കൻസി ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഡിക്ക് ആണെങ്കിൽ 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് 18 to 30 വയസ്സ്. പിന്നെ ഇവിടെ എന്തുണ്ട്? റിലാക്സേഷൻസ് ഉണ്ട്. ഇവിടെ ഏതൊരു SSC എക്സാം ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ട്? ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. OBCക്ക് ആണെങ്കിൽ 3 വർഷം, SC/STക്ക് ആണെങ്കിൽ 5 വർഷം, അത് കഴിഞ്ഞ് നമ്മുടെ PWD കാറ്റഗറി അല്ലെങ്കിൽ ഡിസബിലിറ്റി കാറ്റഗറിക്ക് ആണെങ്കിൽ 10 വർഷം, ഡിസബിലിറ്റി കാറ്റഗറിക്ക് ആണെങ്കിൽ 10 വർഷമാണ്. പിന്നെ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അവർക്കും ഉണ്ട് കേട്ടോ അവസരങ്ങൾ. അതുപോലെ എക്സ് സർവീസ് മാനും അവസരമുണ്ട്. 3 ഇയേഴ്സ് ആയിരിക്കും അവരുടെ സേവനത്തിൽ നിന്ന് കഴിഞ്ഞ് 3 ഇയേഴ്സ് എന്തോ ആണ് അവർക്കത് വരുന്നത് കേട്ടോ. എക്സ് സർവീസ് മാന് ഇതിനേക്കാളും 3 വർഷം കൂടുതലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വിഡോ, ഡിവോഴ്സ് ആയി നിൽക്കുന്നവർ അല്ലെങ്കിൽ വേറൊരു മാരേജിലോട്ട് പോവാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം? 35 വയസ്സ് വരെയാണ് കേട്ടോ. 35 ഇയേഴ്സ് വരെയാണ്. അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നോർമലി എപ്പോഴും വരുന്നത്. വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സി പോലുള്ള ആൾക്കാർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അത് SC/ST കാറ്റഗറിയിലുള്ള, അതായത് ജനറൽ OBC കാറ്റഗറിക്ക് 35 വയസ്സ് വരെ വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സിക്ക് അറ്റൻഡ് ചെയ്യാം. അതേസമയം SC/ST-കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? 40 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. 40 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഇനി ഉള്ളതിനൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, എന്താ വിഡോയുടെ കാര്യം പറയാത്ത. അപ്പോൾ അത് ഞാൻ ഇനി തൊട്ട് പറയാം. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കുക. സ്റ്റെനോക്ക് ആണെങ്കിൽ 35 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എക്സ് സർവീസ് മാന് 3 ഇയേഴ്സ്, ഡിസബിലിറ്റിക്ക് ആണെങ്കിൽ 10 വർഷത്തിൻ്റെ ടൈമിംഗ് ഉണ്ട്. PWD കാറ്റഗറി അനുസരിച്ചാണ് കേട്ടോ. 10 വർഷം വരെ നിങ്ങൾക്ക് ഇളവുണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 വർഷം, OBCക്ക് ആണെങ്കിൽ 3 ഇയേഴ്സ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി അടുത്ത് ആപ്ലിക്കേഷൻ ഡേറ്റ്. ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക. എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാക്കാനൊന്നും ആരും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് വേക്കൻസിയല്ലേ ഉള്ളൂ. സ്റ്റെനോ പഠിച്ചവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സ്റ്റെനോ പഠിച്ചവർക്ക് അത് എന്താണ്? ബെനിഫിറ്റ് ആണ്. അല്ലാതെ ബാക്കിയുള്ളവർ ഇനിയിപ്പം എഴുതി കഴിഞ്ഞാലും, ഇപ്പം നിങ്ങൾ എഴുതി ഒരു മോക്ക് പോലെ നിങ്ങൾ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ഇപ്പോൾ സ്റ്റെനോ ഒക്കെ പഠിച്ചിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതെന്നല്ല, നിങ്ങൾ സ്റ്റെനോയും കൂടെ പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ടയർ 1 ക്വാളിഫൈ ചെയ്ത് ടയർ 2 അതായത് സ്കിൽ ടെസ്റ്റ് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മാക്സിമം സ്റ്റെനോയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് 26/7/2024 തൊട്ട് 17/8/2020, അതായത് ഈ ജൂലൈ 26-ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എത്രയായി? 17/8 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. അതായത് ഓഗസ്റ്റ് 17 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. കറക്ഷൻ ഡേറ്റ് വരുന്നത് 27/8/2024, 28/8/2024. ഇതിൻ്റെ സിലബസും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ വേണോ വേണ്ടതെന്ന് തീരുമാനിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്ഷൻ ഡേറ്റ് വരുന്നത് 27/8/2020. അതായത് ഇപ്പം ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ 27-ഉം 28-ാം തീയതി നമ്മുടെ ഓഗസ്റ്റിന് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അന്ന് പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാ? ഒക്ടോബർ, നവംബർ 2024-ലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ MT
MTS, CGL എല്ലാം ഏകദേശം ഈ ഒരു ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യാം, നടത്താം. അപ്പോൾ എന്ത് ചെയ്യുക, ഒക്ടോബർ നവംബർ 2024 എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. MTS പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെനിഫിറ്റ് ആണ്. കാരണം സ്റ്റെനോഗ്രാഫിയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അത്യാവശ്യം എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതും കൂടെ ഒന്ന് ചെയ്യാം, ട്രൈ ചെയ്തെന്ന് പറഞ്ഞൊന്നും നഷ്ടപ്പെടാനില്ല സത്യമായിട്ടും. അതുകൊണ്ട് ഒക്ടോബർ നവംബറിലാണ് വരുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഏതും വരുന്നത്, നമ്മുടെ SSC MTSും SSC CGLും ഏകദേശം ആ ഒരു ടൈം ലൈനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാം പാറ്റേൺ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ നമുക്ക് ഒരു ടയറേ ഉള്ളൂ ഇവിടെ, നമുക്ക് ഒരു ടയറേ ഉള്ളൂ. രണ്ടാമത്തെ ടയർ എന്താണ്, സ്കിൽ ടെസ്റ്റ് ആണ്. എന്താണ് സ്കിൽ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഈ ടൈപ്പിംഗ് ടെസ്റ്റ് തന്നെയാണ്. ഒട്ടുമിക്ക SSC CGLനും തേർഡ് ടയർ ആയിട്ടാണ് നമ്മുടെ സ്കിൽ ടെസ്റ്റ് വരുന്നത്. അതെന്താണ്, ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് എന്നുണ്ട്. ഇതിൽ കൂടുതൽ വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും. കാരണം സ്റ്റെനോയും കൂടെ അറിയണം, ആ ലാംഗ്വേജ് അറിയണം, ഷോർട്ട് ഹാൻഡിൻ്റെ കുറേ കാര്യങ്ങൾ അറിയണം. അപ്പം ടൈപ്പിംഗ് നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത് ഇത്തിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റെനോയും കൂടെ നന്നായിട്ട് അറിയുന്നവർക്ക് എന്ത് ചെയ്യാം, സ്കിൽ എന്ത് ചെയ്യാം, ക്വാളിഫൈ ആവാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത് 200 മാർക്സ് ആണ് ടയർ 1ന് വരുന്നത് കേട്ടോ. 200 മാർക്സ് ആണ് വരുന്നത് ടയർ 1ന്. ടോട്ടൽ ടൈം 2 മണിക്കൂർ, 200 ക്വസ്റ്റ്യൻ. 2 മണിക്കൂറിലേക്ക് 200 ക്വസ്റ്റ്യൻ. ടയർ 1ൻ്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാം സിലബസ് വരുന്നത്, നമ്മൾ റീസണിങ് നമ്മൾ ആദ്യമേ എടുത്ത് പറഞ്ഞു, മാത്സ് ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. കാരണം മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്കോർ ചെയ്യാം. പക്ഷേ മനസ്സിലാക്കണം കേട്ടോ, GK ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് അറിയണം. എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് അതനുസരിച്ച് നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം സിലബസിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. കാരണം 100 മാർക്കിനും എന്താണ് ചോദിക്കുന്നത്, ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്. 100 മാർക്കിനും ഇംഗ്ലീഷാണ്. GK എത്ര മാർക്കിനാടാ, 50 മാർക്കിന്. റീസണിങ് എത്രയാ, 50 മാർക്ക്. റീസണിങ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. 50 മാർക്ക് സുഖമായിട്ട് കിട്ടും. അത്രയ്ക്കും +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് അത്ര സീനൊന്നും ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ റീസണിങ് നിങ്ങൾക്ക് ക്വാളിഫൈ ആവാം. GKയും ഏകദേശം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. നമ്മൾ ഈ പഠിച്ചു പോകുന്ന നിങ്ങൾ MTSനും അതുപോലെ CGL CHSലിനൊക്കെ പഠിക്കുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്നത്. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ ഇംഗ്ലീഷും കൂടെ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുക. ഇംഗ്ലീഷിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയുക, ഡെയിലി വൊക്കാബ് സെക്ഷൻസ് പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100 സ്കോറിൽ ഒരു 70 എബോവ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമായിട്ട് വിചാരിക്കാണ്ട് ഇംഗ്ലീഷിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നല്ല ബുക്സ് ഉണ്ട്. നിങ്ങളുടെ വൊക്കാബ് സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ബുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ സെക്ഷൻ കുറച്ചും കൂടെ അറിയണമെങ്കിൽ നീതു സിംഗിൻ്റെ ബുക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിപ്പയർ ആവണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു വേയിലൂടെ നിങ്ങൾക്ക് പഠിച്ച് സെറ്റ് ആവാം. GK പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, GK ഒക്കെ നമ്മൾ ബുക്സൊക്കെ കാര്യമൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. എന്നാലും GK ഒക്കെ പഠിക്കാനായിട്ട് പിനാക്കിളിൻ്റെ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ബ്ലാക്ക് ബുക്കിൻ്റെ GK ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും YCT വരെ GK ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ബുക്സ് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കിൻ്റെയും കൂടെ ഇവാലുവേഷൻ അനുസരിച്ച്. കാരണം ഇവിടെ എന്താ 50 ഇൻറ്റു എത്ര മാർക്കിലായിരിക്കും, 1 മാർക്ക് വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്ക് വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ. എത്ര മാർക്കിനാ, അപ്പം 200 മാർക്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, 200 മാർക്സ് ആണ്. എത്ര മണിക്കൂർ, 2 മണിക്കൂർ. 2 മണിക്കൂർ എക്സാമിനേഷൻ, 200 മാർക്ക് ക്വസ്റ്റ്യൻ, 200 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, 200 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ 200ൽ എത്ര മേടിക്കണം, 150 പ്ലസ് വാങ്ങിച്ചാൽ നിങ്ങൾ ജയിക്കും കേട്ടോ. 150 അല്ല, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വന്നത് 140 അടുപ്പിച്ചാണ് കേട്ടോ. 140 അടുപ്പിച്ചാണ് വന്നത്. പക്ഷെ നിങ്ങൾ സേഫ് സ്കോർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, 150 എന്ന് വിചാരിച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 150 മേടിക്കണം. 50 മാർക്കേ പോവാവൂ എന്ന രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ എന്തുണ്ടാവും, പേരുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ടയർ 1 മാത്രമല്ല, ടയർ 2 ആയിട്ട് എന്തുണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോഴേ ഇതിന് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിൽ ടെസ്റ്റും കൂടെ ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഈ GK ഇംഗ്ലീഷൊക്കെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട. കാരണം നിങ്ങളൊക്കെ MTS അപ്ലൈ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ CGL അപ്ലൈ ചെയ്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും GK ഇംഗ്ലീഷും അവിടെ തന്നെ കവറായി വരുന്നുണ്ട്. GK ഇംഗ്ലീഷും അതിലെ സെയിം സബ്ജക്റ്റാണ് ഇതിൽ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എന്ത് ചെയ്യുക, അഡ്വാൻസ് ലെവലിൽ കൊണ്ടുപോകാന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് സൈഡിൽ നോക്കുന്നവരാണെങ്കിൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സമയത്ത് തന്നെ 2 എക്സാം ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സാലറി ഗ്രേഡ് Cക്ക് വരുന്നത് 20,000 to 50,000 അകമാണ് കേട്ടോ. ഇത് ഒരു നമ്മളെന്താണ് ഇൻഹാൻഡ് സാലറി, ഇത്ര വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാലറി ആയിട്ടാണ് പറയുന്നത്. 20,000 തൊട്ട് 50,000 വരെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൽ അലവൻസ് കയറും, ചിലപ്പം എന്താണ് സ്റ്റാർട്ടിംഗ് സാലറി
ബേസ് സാലറി ഒക്കെ കുറച്ച് കുറവായിരിക്കാം. അതെന്ത് ചെയ്യും, ഓരോ അപ്ഗ്രഡേഷൻ വന്നു കൂടുന്നതാണ് കേട്ടോ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സാലറി മേടിക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു എമൗണ്ടിനകത്താണ് ഗ്രേഡ് സിക്ക് വരുന്നത്. ഗ്രേഡ് ഡി ആകുമ്പോൾ ഏകദേശം ഇത്രയും സാലറി അത്രേ നമുക്ക് 10,000 തൊട്ട് 40,000 വെച്ചാണ് വരുന്നത്. പിന്നെ ഇതിലെന്താണ് അഡീഷണൽ ഇതൊക്കെ വരും കേട്ടോ, ഇൻക്രിമെൻറ്റ്സ് ഒക്കെ വരും. അങ്ങനെയൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട. എന്തായാലും ഒരു 10 to 50 എന്നുള്ള രീതിക്ക് തന്നെ സാലറി ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ UR നും OBC ക്ക് ഫീസ് വരുന്നത്, അഡ്മിഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഫീസ് വരുന്നത് 100 രൂപ. SC ST വിമൺ അല്ലെങ്കിൽ എക്സ് സർവീസ് PWD കാറ്റഗറിക്ക് എന്താണ് നോ ഫീസ്. വിമൺസിനും SC ST ക്കും എക്സ് സർവീസ്മാനും ഡിസബിലിറ്റി ഉള്ളവർക്കും എന്താണ് ഫീസ് ഇല്ല. ആകെ UR നും OBC ക്കും ഉള്ള മെൻ കാറ്റഗറിക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, 100 രൂപ കൊടുത്താൽ മതി. അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സാലറി പാക്കേജും അതുപോലെ തന്നെ ഒരു സുഖമായിട്ടുള്ളൊരു ജോലിയൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും, പിന്നെ സ്റ്റെനോ പഠിച്ചവരാണ് നിങ്ങളൊന്നും കൂടെ ആലോചിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, https://ssc.gov. നമ്മുടെ SSCയുടെ സൈറ്റിൽ തന്നെയാണ്. SSC സൈറ്റിൽ സ്റ്റെനോഗ്രാഫർ എന്നുള്ള ഇത് വന്ന് കിടപ്പുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ 17/8 വരെ നമുക്ക് ടൈമുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എഴുതുക. പിന്നെ ഞാൻ ട്രയലായിട്ട് എഴുതണ്ടെന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വാക്കൻസി ഉള്ളൂ. പഠിച്ച് കയറുന്നവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ചിരിക്കുന്നവർ നിങ്ങളൊരു കോമ്പറ്റീഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാം എഴുതുന്നതിലൊന്നും ആർക്കും ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എക്സാം എഴുതണം, എക്സാം എഴുതി തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലും GK യിലും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എക്സാം എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.